ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നമ്മുടെ നിധിനെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് സുധീഷ് വീണ്ടും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് അവൻ വീണ്ടും ഗോപി പോലീസിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോലീസ് ഗോപി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ കയ്യിലൊരു ഫ്രൂട്ടിക്ക് കരുതിയിട്ടുണ്ട് കേട്ടോ, സാറിനെ വീണ്ടും വശത്താക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സോപ്പിടാൻ. അപ്പം തന്നെ സാറ് ചോദിക്കുന്നുണ്ട്, എന്താടാ ഒരു ഫ്രൂട്ടിക്കായിട്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സാറ് കുഴങ്ങി വരില്ലേ, അപ്പോൾ അത് കുടിച്ച് ദാഹം മാറ്റിക്കോളൂ. അങ്ങനെ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ സാറിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, കാരണം നിധിനെ വിളിച്ചല്ലോ. എന്നിട്ട് സാറ് ചോദിക്കുന്നുണ്ട്, എടാ പിന്നെ നിൻ്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞോ അതിനെപ്പറ്റി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല സാർ, അവൾ പേടിച്ചു. കാര്യം അവൾക്ക് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിലും അവൾക്ക് കുറച്ച് ലോകവിവരം കുറവാണ്. അല്ല സുധീഷേ, അവൾക്കറിയില്ലേ പോലീസൊന്നും ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല എന്ന്. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല സാർ, അവൾക്ക് സാറിന് അത്രയും വിശ്വാസമാണ്, അവൾക്ക് സാറിനൊരു ദൈവത്തിനെ പോലെ കാണുന്നത്. അപ്പോൾ സാറ് പറയുന്നുണ്ട്, അവൾക്ക് ഞാൻ ദേവും ചിറ്റപ്പനും, നിനക്ക് ഞാൻ ചേട്ടൻ. ഓ, മനസ്സിലാവുന്നുണ്ട്, സാറിന് മനസ്സിലായി സുധീഷ് തള്ളി മറിച്ചതാണെന്ന്. അങ്ങനെ പിന്നെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പിന്നെ സാറ് പറയുന്നുണ്ട്, ഞാൻ അവളോട് നിന്നെ പറ്റി ചോദിച്ചു. അപ്പം അവളൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല. വല്ല കുഴപ്പം പറയാത്തത് നിന്റെ ഭാഗ്യം. തിരിച്ചായിരുന്നെങ്കിലേ പോലീസിന്റെ ചില പ്രത്യേക മുറകൾ നീ അറിഞ്ഞേനെ. അപ്പോൾ സുധീഷ് ഒന്ന് ചമ്മി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വീണ്ടും സാറിനോട് ഓരോന്ന് പറഞ്ഞ് സാറിനെ അങ്ങനെ പൊക്കുകയാണ് കേട്ടോ. ഓരോന്ന് പറയാണ്, സാറ് കാരണമാണ് ഞങ്ങളെ കല്യാണം നടന്നത്, സാർ എനിക്ക് ദൈവമാണ്, അതാണ് ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫേ മാറി മറിഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ചോദിക്കുന്നുണ്ട്, ആണോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതേ സാർ, സാറിന് നല്ലൊരു മനസ്സിനുടമയാണ്, ഞങ്ങളെ പ്രണയത്തിന് വേണ്ടി പോരാടിയ ഒരു പോരാളിയാണ് സാർ. അങ്ങനെ അവൻ തള്ളി മറിക്കുകയാണ്. അങ്ങനെ പിന്നെ സാറ് പറയുന്നുണ്ട്, മതി മതി, നീ ഒരു മാംഗോ ജ്യൂസിൽ മാത്രം ഒതുക്കിയാലുണ്ടല്ലോ, എവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ സാധനം അങ്ങോട്ട് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് സുധീഷ് ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫോൺ എടുത്ത് കൊണ്ടുവരുമ്പോൾ സാർ ചോദിക്കുന്നുണ്ട്, പരമശിവനെ പോലെ 3 കണ്ണാണോ അതോ 2 കണ്ണാണോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, സാർ മനുഷ്യനെ പോലെ 2 കണ്ണാണ്. അപ്പോൾ സാറ് പറയുന്നുണ്ട്, ആ കുഴപ്പമില്ല, 2 ആയാലും. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന പോലെ കാണിക്കൊക്കെ തരേണ്ടി വരട്ടോ എന്നൊക്കെ സാർ പറയാട്ടോ. അതുപോലെ തന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ നിന്നെ കാണാൻ വരുന്നതുകൊണ്ട് ഒന്നും കഴിക്കാണ്ടേ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ നാശം എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ സാറ് പറയുന്നുണ്ട്, ആ ദൈവത്തിനെ ചിലവർ അങ്ങനെയൊക്കെ വിളിക്കും. അപ്പോൾ അവൻ കേട്ടോ എന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂടാണ്. കിളിക്കൂട്ടിൽ നമ്മുടെ നിധിയും നികേഷും കൂടെ ലുഡോ കളിക്കുകയാണ്. അങ്ങനെ ലുഡോ കളിക്കുമ്പോൾ അവർ പാട്ടൊക്കെ പാടി കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ലുഡോ കളിക്കുന്നത്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടാ അങ്ങോട്ട് വന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഏട്ടാ ജോലി വേഗം കഴിഞ്ഞോ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ലടാ എനിക്കൊരു തലവേദന എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. മുഖമൊക്കെ അങ്ങ് ആകെ വല്ലാണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും നിധി ചോദിച്ചു, സുഭാഷ് ഏട്ടാ മരുന്നൊന്നും മേടിച്ചില്ലേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇല്ല മോളെ, മരുന്നൊന്നും മേടിച്ചിട്ടില്ല, അത് മാറിക്കോളും. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മരുന്ന് വേണം, നികേഷ് നീ പോയി മരുന്ന് മേടിച്ചിട്ട് വാടാ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മോളെ, മരുന്നൊന്നും വേണ്ട. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഞാൻ കടുപ്പത്തിലൊരു ചായ ഇട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ചായ എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ 2 പേർക്കും ചായ കൊടുത്തു. അപ്പോൾ 2 പേരും ഹാപ്പി ആയിട്ടോ. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്, മോളെ നല്ല ചായയാണ് കേട്ടോ എന്നൊക്കെ. അങ്ങനെ നിധി സുഭാഷ് ഏട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ആ ചോദിക്ക് നിധി. സുഭാഷ് ഏട്ടന് സുനന്ദേനെ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതെന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, സുനന്ദേൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലോ, അപ്പോൾ അതിൽ സുഭാഷ് ഏട്ടന് വല്ല വിഷമവും ഉണ്ടോ? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അല്ല സുഭാഷ് ഏട്ടൻ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ, സുഭാഷ് ഏട്ടൻ അവളെ മിസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചതിൽ പിന്നെ സുഭാഷ് ഏട്ടൻ അവളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സുഭാഷ് ഒന്ന് നെടുവീർപ്പിട്ടിട്ട് പറയാണ്, ഞാനങ്ങനെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല മോളെ. ഈ വീട് എന്താണെന്നും ഞങ്ങളുടെ നില എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ ആലോചിക്കാറില്ല. അപ്പോൾ സുനന്ദേൻ്റെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന് ഒന്നും തോന്നില്ലേ? അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എനിക്ക് എന്ത് തോന്നാനാ, അതൊരു വെകളി പിടിച്ച പെണ്ണാ, പാവാണ്, നല്ലൊരു ബന്ധം കിട്ടുന്നതിൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്, അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ് സുഭാഷ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, സങ്കടത്തോടെ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരീഷിൻ്റെ വർക്ക് ഷോപ്പാണ്. അപ്പോൾ അവിടേക്ക് ഒരു വക്കീൽ വരുന്നുണ്ട് കേട്ടോ, സ്കൂട്ടിയും കൊണ്ട്. അങ്ങനെ അത് നന്നാക്കാനൊക്കെ പറയുന്നുണ്ട്. എടാ അരീഷ്, നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്, എടാ വക്കീൽ ഓഫീസിലേക്ക് നിൻ്റെ ജ്യേഷ്ഠൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, സുധീഷ് ഏട്ടനോ? അതെ, എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല, പിന്നെ ഞാൻ അങ്ങോട്ട് സംസാരിക്കാനും പോയില്ല, പിന്നെ നിൻ്റെ ഏട്ടനാന്ന് എനിക്ക് മനസ്സിലായി. ഞാനവിടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നിൻ്റെ ഏട്ടനും വൈഫും ഉണ്ടായിരുന്നു, അവർ ഡിവോഴ്സിന് വേണ്ടിയിട്ട് വന്നതാണ്. അത് കേട്ടപ്പം ഹരീഷ് നന്നായിട്ട് ഷോക്കാവുന്നുണ്ട്. പക്ഷേ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റിയില്ല, കാരണം ID കാർഡ് ഇല്ലായിരുന്നു, പിന്നെ അവർ വന്നിട്ടുമില്ല. എടാ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാൻ നോക്ക്, കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, എന്തിനാ വെറുതെ കോടതിയും കേസും എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും ഹരീഷ് ആകെ ടെൻഷനിലാവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ഏട്ടന് വയ്യാത്തതുകൊണ്ട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിധി പോകുന്നതാണ് കേട്ടോ. അങ്ങനെ അവൾ വെണ്ടക്ക അരിയുമ്പോഴാണ് നികേഷ് വന്നത്.
എൻ്റെ അടുത്ത് ഈ വയറിന് പണി ഉണ്ടാക്കും, എന്തിനാ വെറുതെ സുഭാഷേട്ടൻ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ സുഭാഷേട്ടന് വയ്യെങ്കിൽ നമ്മളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്, പിന്നെ എന്താ, എനിക്കറിയാം, എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം, നീ വെറുതെ എന്നെ നാണം കെടുത്തണ്ട കേട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്തിനാ എടുത്തി, നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, വല്ല ചിക്കൻ ബിരിയാണി എന്തെങ്കിലും ഓർഡർ എടുത്തി, വേണ്ട. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ പോടാ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം, എനിക്കറിയാം, യൂട്യൂബില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും അവൾ അരി എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അറിയില്ല എത്ര എടുക്കണം എന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, 6 ആൾക്ക് 6 ഗ്ലാസ് അരി മതിയോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, മതിയാവും. ഇനി എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് ബാക്കിയാവോ? അപ്പോൾ അവൻ പറയും, ബാക്കിയാവും. അപ്പോൾ അവൾ ബാക്കിയായാൽ അത് കളയേണ്ടി വരില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, കളയേണ്ടി വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയാം കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ, ഒരു ഉത്തരം പറ. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിധി പറയാണ്, അതിൻ്റെ ആവശ്യം എന്താ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, സുഭാഷ് ഏട്ടൻ ഇന്ന് റെസ്റ്റ് എടുക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ സുഭാഷ് ഏട്ടാ അവിടെ, ഇന്ന് സുഭാഷ് ഏട്ടൻ റെസ്റ്റ് എടുക്കുക. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, കിച്ചൺ വർക്ക് ഞാൻ ചെയ്തോളാം, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നിങ്ങൾ പുറം പണി ചെയ്തോളൂ, പുറത്ത് ക്ലീനിങ് ചെയ്തോളൂ, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് അവൻ പറയാണ് കേട്ടോ. അപ്പോഴേക്ക് സുധീഷ് അങ്ങോട്ട് വന്നിട്ട് എന്താ അവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക.